തീർച്ചയായും ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ ഒരു ഹെയർ കെയർ ഉണ്ടല്ലോ, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കാണുക കേട്ടോ. കാരണം കൊഴിഞ്ഞു തീർന്ന എൻ്റെ മുടി വളരാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ള റെമഡിയാണ് കേട്ടോ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോണത് നമ്മുടെ വീട്ടിൽ എൻ്റെ കസിൻ സിസ്റ്ററുടെ കല്യാണം ആയതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു എൻ്റെ മുടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രിം ചെയ്യാൻ കേട്ടോ. അപ്പോൾ അമ്മ അളവ് പിടിച്ചത് പോരാത്തത് കൊണ്ട് അമ്മ കുറച്ചും കൂടി കയറ്റി വെട്ടിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒന്നും നോക്കിയില്ല, ഒരു 4 ഇഞ്ചോളം നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇത്രയും കട്ട് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. കല്യാണ തിരക്കിൻ്റെ ഇടയിൽ എനിക്കിത് വീഡിയോ എടുക്കാനോ ആ കട്ട് ചെയ്ത മുടി സൂക്ഷിച്ച് വെക്കാനോ ഒന്നും തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റിൽ അത് ഇട്ട് വെച്ചതായിരുന്നു. അതെന്തായാലും കളയില്ലല്ലോ, ഞാൻ പിന്നീട് എടുത്ത് മാറ്റി നിങ്ങൾക്ക് കാണിക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാന്. പക്ഷേ പ്ലാനുകൾ മൊത്തം പാളിപ്പോയി. അമ്മ വേസ്റ്റ് ഫുള്ളായിട്ട് കൊണ്ട് കളഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് തപ്പിപ്പൊത്തി എടുത്ത ഒരു പീസാണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിക്കണത്. ഇതിൻ്റെ കുറച്ചും കൂടി ഭാഗമുണ്ട് കേട്ടോ. അത് ലെങ്ത്ത് കറക്റ്റാണ്, പക്ഷെ വണ്ണം കുറവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം പോയി, അത് തിരഞ്ഞിട്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പം ഞാൻ കല്യാണത്തിന് റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കണതാ. കല്യാണം വേറെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ആ ഒരു വീഡിയോയിൽ മുടിയുടെ ലെങ്ത്ത്, കട്ട് ചെയ്ത മുടിയുടെ ലെങ്ത്ത് ഒപ്പം വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുടി കാണുമ്പോൾ ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കട്ട് ചെയ്തത്. പക്ഷേ കട്ട് ചെയ്തത് കുറച്ച് കൂടിപ്പോയി. സാരില്ല, മുടിയല്ലേ, നമുക്ക് തിരിച്ച് വളർത്തിയെടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത ആ ഒരു 4 ഇഞ്ചോളം മുടി പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു വരുന്ന എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പണ്ട് മുതലേ ഞാൻ യൂസ് ചെയ്ത് വരുന്ന ഒരു ഹെയർ കെയർ ആണ് കേട്ടോ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോണത്. ഇതിൻ്റെ റിസൾട്ട് എത്ര മാത്രം എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു റൊട്ടീനാണ്. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോ കാണാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ മുടിയിൽ ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ഹെയർ ഓയിൽ ഞാൻ ഉപയോഗിക്കുന്നത് സിമ്പിളായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. ഓൾറെഡി ഇതെൻ്റെ കയ്യിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കുറച്ച് കാണിക്കണതാണ്. കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക, അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ ഒരു പൂ ഇതളുകളായിട്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില. എൻ്റെ കയ്യിൽ കരിഞ്ഞതേ ഉള്ളൂ കേട്ടോ. കരിഞ്ഞാലും കളയരുത് എന്നാണല്ലോ കറിവേപ്പില. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഇച്ചിനെസ്സും ഇറിറ്റേഷൻസും ഒന്നും ഇല്ലാതിരിക്കാനും ഡാൻഡ്രഫ് വരാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല, അതല്ലെങ്കിൽ നമ്മുടെ തുളസിയുടെ ഇല ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ തുളസിയുടെ ഇലയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ നമ്മൾ നേരെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ചൂടാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റായിട്ട് എണ്ണ ചൂടാക്കുന്നത് പോലെ ഇത് ചൂടാക്കാൻ വേണ്ടി പാടില്ല. പച്ചെണ്ണ തേക്കുമ്പോൾ കോൾഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ചൂടാക്കി എടുക്കാം. ഇനിയിപ്പോൾ കോൾഡിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചൂടാക്കി എടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. രാത്രി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലോട്ട് ഇട്ട് വെച്ച് പിറ്റേ ദിവസം രാവിലെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം കോൾഡിൻ്റെ പ്രശ്നമേ നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ചൂടാക്കി എടുക്കുന്നത്. അപ്പം ഞാനൊരു 7 മിനിറ്റോളം ഇതേപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വെള്ളം തിളയ്ക്കും തോറും നമ്മുടെ എണ്ണ ഇതിൽ കിടന്ന് ചൂടായി വരും കേട്ടോ. എന്നിട്ട് 7 മിനിറ്റ് കഴിഞ്ഞ് ഇത് ഞാൻ പുറത്തെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ചൂടാക്കി എടുക്കുമ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. പിറ്റേ ദിവസം, അതായത് നമ്മൾ ഇന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. വൈകുന്നേരം ഉണ്ടാക്കി വെച്ചാൽ മതി, പിറ്റേ ദിവസം എടുക്കാം. പിറ്റേ ദിവസം എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു രീതിയിലായിട്ട് മാറിയിട്ടുണ്ടാവും. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുഴഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ എണ്ണയ്ക്ക് വലിയ കളർ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ചെറിയൊരു യെല്ലോയിഷ് കളറായിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മുടെ ഈ എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാൻ പാടില്ല കേട്ടോ. ഇതൊക്കെ തന്നെ നമ്മുടെ എണ്ണയിൽ തന്നെ ഇട്ട് വെക്കുക. ഇതിപ്പോൾ നമ്മൾ 1 മാസം 2 മാസം 3 മാസത്തേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടി ഈ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കളയരുത്, നമ്മുടെ എണ്ണയിൽ തന്നെ ഇട്ട് വെക്കണം കേട്ടോ. ഇതുണ്ടല്ലോ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹെയർ ഓയിലാണ് കേട്ടോ. നമ്മുടെ ഹെയർ കെയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഹെയർ ഓയിൽ തന്നെയാണ്. നമ്മൾ ഹെയർ ഓയിൽ ഉപയോഗിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷേ ഹെയർ പാക്കുകൾ, മറ്റ് ഹെയർ കെയറുകൾ ചെയ്യാത്തവരായിട്ട് കൂടുതൽ പേരുണ്ടാവൂലേ. പക്ഷേ നമ്മുടെ മെയിൻ പാർട്ട് ഇത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഹെയർ ഓയിലിങ്ങിൽ ഇങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹെയർ ഓയിലും കൂടെ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ ഗ്രോത്ത് വേറെ ലെവലായിരിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ജേണിയിൽ എൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹെയർ ഓയിലാണ്. ഹെയർ ഓയിൽ തേച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ മുടി വളർന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എന്ന് വെച്ച് ഹെയർ പാക്കുകളല്ല എന്നല്ല കേട്ടോ. എന്നിരുന്നാലും നമ്മുടെ മെയിൻ പാർട്ട് ഹെയർ ഓയിൽ തന്നെയാണ്. നമ്മുടെ ഹെയർ പാക്കിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഹെയർ ഓയിലും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം ഇരട്ടിയാവും.
അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ ഉപയോഗിക്കേണ്ട കുറച്ച് ഉപയോഗക്രമങ്ങളും കൂടിയുണ്ട്. എല്ലാവരും മുടി വളരാൻ വേണ്ടിയിട്ട് മുടിയിൽ എണ്ണ തേക്കുന്നത് നമ്മുടെ സ്കാൽപ്പിലല്ല, മുടിയിലാണ്. ഈ ഒരു തെറ്റ് മുമ്പ് ഞാനും ചെയ്തിരുന്നു കേട്ടോ. മുടി വളർത്തിയെടുക്കാനുള്ള പൂതി കൊണ്ട് മുടിയിൽ എണ്ണ വെക്കണതൊക്കെ നമ്മുടെ തലയോട്ടിയിലായിരുന്നില്ല, എൻ്റെ മുടിയിലായിരുന്നു കേട്ടോ. പിന്നീടാണ് എനിക്കിതിൻ്റെ തെറ്റ് മനസ്സിലാക്കിയതും ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയത് കേട്ടോ. ശരിക്കും നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മുടെ തലയുടെ ഓട്ടിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യണത് മുടിയിൽ സ്പ്ലിറ്റൻസ് വരാതിരിക്കാനും മുടി പൊട്ടി പോവാതിരിക്കാനും മുടി ഡ്രൈനെസ് ആവാതിരിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മുടിയിൽ ഹെയർ ഓയിലും മറ്റ് ഹെയർ പാക്കുകളും ഒക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ മുടി വളരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ തലയുടെ ഓട്ടിൽ തന്നെ നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ വകച്ചലെടുത്തതിന് ശേഷം ഈ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ജെന്റിലായിട്ടുള്ളൊരു മസാജും കൂടെ നമ്മുടെ സ്കാൽപ്പിന് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ എൻ്റെ മുടിയിലും ഫുള്ളായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മുടി കട്ട് ചെയ്ത ഭാഗത്ത്, നമ്മൾ മുടി കട്ട് ചെയ്ത പാടെ ഹെയർ ഓയിൽ നമ്മുടെ മുടിയുടെ തുമ്പത്ത് വെക്കണം. അതല്ലെങ്കിൽ സ്പ്ലിറ്റൻസ് വരും, പിന്നെ മുടി വളരില്ല കേട്ടോ. ഭയങ്കര ഷാർപ്പാണല്ലോ മുടിയുടെ എൻഡ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ തന്നെ നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. എന്നാലാണ് നമുക്ക് മുടി വളരുള്ളൂ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ മുടിയുടെ തുമ്പത്തും മുടിയിലും ഒക്കെ ഫുള്ളായിട്ട് തന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ബാക്ക് സൈഡിലും ഫുള്ളായിട്ട് ഡീപ്പായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണത്. എന്നിട്ട് നമ്മൾ മുടി കെട്ടിവെച്ചതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു ഹെയർ കെയർ ആണ്. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ മാത്രം ചെയ്താൽ മതി കേട്ടോ. അതിനായിട്ട് കുറച്ച് വെള്ളം നമ്മൾ അടുപ്പത്തോട്ട് വെക്കുക. എന്നിട്ട് ഈ ഒരു വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇങ്ങനെ വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് ചൂട് കുറവുമല്ല, ജസ്റ്റ് ഒന്ന് ചൂട് വേണം. എന്നിട്ട് ഈ ഒരു ചൂട് വെള്ളം നമ്മൾ ഇറക്കി വെച്ചിട്ട് നമ്മളൊരു ടവൽ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോർത്താണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഈ ചൂടുള്ള വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുത്ത ശേഷം ഈ ഒരു തോർത്തുണ്ടല്ലോ, ഈ ഒരു ചൂടോടുക്കിനെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ജസ്റ്റ് ഒന്ന് വെച്ച് ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് 4-5 തവണ നിങ്ങളിത് റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയാമോ? നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടല്ലോ, ഇത് നമ്മുടെ സ്കാൽപ്പിലോട്ട് നന്നായിട്ട് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഈ ഒരു ചെറു ചൂട് നമ്മുടെ സ്കാൽപ്പിലോട്ട് തട്ടുന്ന സമയത്ത് നമ്മുടെ പോഴ്സൊക്കെ ഓപ്പൺ ആവും. അതുവഴി നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഹെയർ ഓയിൽ നമ്മുടെ മുടിയുടെ റൂട്ട്സിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ മുടി വേരിനെ നല്ലതുപോലെ സ്ട്രോങ് ആക്കാനും, നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഹെയർ ഓയിലിൻ്റെ ഗുണം നമ്മുടെ മുടിയിലും നമ്മുടെ സ്കാൽപ്പിലോട്ട് അങ്ങനെ കിട്ടാനും വേണ്ടിയിട്ട് ഈ ഒരു റൂട്ടീൻ വളരെ എഫക്റ്റീവാണ്. ഇതിൻ്റെ റിസൾട്ട് എത്രമാത്രം എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്കും എഫക്റ്റീവായിട്ടുള്ളൊരു റൂട്ടീനാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കാൽപ്പിലോട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ 3-4 തവണ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ബാക്ക് സൈഡിലും കൂടെ ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലാണ് ഈ ഒരു ചൂട് നമ്മുടെ സ്കാൽപ്പിലോട്ട് തട്ടുകയുള്ളൂ. അതിനുശേഷം പിന്നെ മുടി ഫുള്ളായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് ഒരു 2 മിനിറ്റ്, കൂടുതൽ സമയം നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല, 2 മിനിറ്റ് ഫുള്ളായിട്ട് നമ്മുടെ മുടി ഒന്ന് കെട്ടി വെച്ചതിന് ശേഷം പിന്നെ മുടി നമ്മുടെ ടവലൊന്ന് അഴിച്ചിടുന്ന സമയത്ത് നമ്മുടെ മുടി ഫുള്ളായിട്ട് തന്നെ ഭയങ്കര സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ടാവും കേട്ടോ. നല്ല കുഴഞ്ഞ രീതിയിലായിരിക്കും നമ്മുടെ മുടി ഉണ്ടാവുക. അതിനുശേഷം ഈ ഒരു രീതി ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ നിങ്ങളുടെ മുടി ഫ്രീ ആയിട്ട് വിടുക. മുടി ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചതിന് ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഷാമ്പൂ ഇട്ട് നമ്മുടെ മുടി ഒന്ന് വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് മുടി കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പ്ലിക്സിൻ്റെ റോസ്മേരിയുടെ ഷാമ്പൂ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇത് ഓൾ ഹെയർ ടൈപ്പ് ആണ്, പാരബൻ ഫ്രീ ആണ്, കെമിക്കൽ ഫ്രീ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഷാമ്പൂ ഒക്കെ ഇട്ട് ഹെയറൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ച ഈ ഒരു എഫക്റ്റീവായിട്ടുള്ള റൊട്ടീൻ ഉണ്ടല്ലോ, നിങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളുടെ മുടി ടോട്ടലി മാറാൻ വേണ്ടിയിട്ട് ഇത് അടിപൊളിയായിട്ട് സഹായിക്കും. അതെൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കമൻറ്റായിട്ട് ചോദിക്കാം, ഞാൻ തീർച്ചയായിട്ടും റീപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.